നമസ്കാരം. ഇടുക്കി നെടുങ്കണ്ടത്ത് പച്ചടിയിൽ അമ്മയും മകനെയും കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം. പച്ചടി പൊന്നുട്ടയിൽ മേരിക്കുട്ടി മാത്യു, മകൻ റെജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ ഇളയ മകൻ സജിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ മാസം 2-ാം തീയതി മുതലാണ് മേരിക്കുട്ടിയും റെജിയും കാണാതായത്. വീട്ടിൽ മേരിക്കുട്ടിയും മക്കളായ റെജിയും സജിയുമാണ് താമസിച്ചിരുന്നത്. അമ്മയും ജ്യേഷ്ഠനെയും കാണാതായതിനെക്കുറിച്ച് നാട്ടുകാർ ചോദിച്ചപ്പോൾ സജി നൽകിയ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് സംശയത്തിന് വഴിവെച്ചത്. ഇതേ തുടർന്ന് മേരിക്കുട്ടിയുടെ മകൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തിങ്കളാഴ്ച പോലീസ് വീട്ടുപറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അഴുകിയ നിലയിലുള്ള മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. വീട്ടിൽ റെജിയും സജിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. സജി അമ്മയും ജ്യേഷ്ഠനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എല്ലാ ദിവസവും റെജിയും സജിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അമ്മയെ അന്വേഷിക്കുമ്പോൾ സജി പരസ്പര വിരുദ്ധമായിട്ടാണ് മറുപടികൾ നൽകിയിരുന്നതെന്ന് മേരിക്കുട്ടിയുടെ മരുമകൻ രാജു പറഞ്ഞു. മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സജി നിലവിൽ ഒളിവിലാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. മൃതദേഹങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാണാതായ സജിയെ കണ്ടെത്താൻ ഇടുക്കി എസ്.പിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അവിവാഹിതരായ റെജിയും സജിയും കൂലിപ്പണിക്കാരാണ്. മകൾ സിനി വിവാഹിതയായി മറ്റൊരിടത്താണ് താമസം. നാട്ടുകാരുമായി ഇവർക്ക് വലിയ ബന്ധമില്ല. സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഇരുവരെയും കാണാതായപ്പോൾ നാട്ടുകാർ ഇളയ മകനോട് വിവരം തിരക്കിയിരുന്നു. ഇയാളുടെ പരസ്പര വിരുദ്ധമായ മറുപടിയിൽ സംശയം തോന്നിയ നാട്ടുകാർ സിനിയെ വിവരം അറിയിക്കുകയായിരുന്നു. സിനിയുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വീട്ടുവളപ്പിൽ മണ്ണിളക്കി കിടക്കുന്ന സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഒരടി താഴ്ചയിലായിരുന്നു മൃതദേഹങ്ങൾ. ആരുടേതെന്ന് തിരിച്ചറിയാൻ പോലീസ് ശാസ്ത്രീയ പരിശോധന നടത്തും. കൊലപാതകമാണോ അതോ മറ്റ് സ്വാഭാവിക മരണങ്ങളാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ വ്യക്തമാകൂ. സജിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ചിത്രത്തിന്റെ യഥാർത്ഥ ചിത്രവും പോലീസിന് ലഭിക്കൂ. അതേസമയം വീട് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നതും അയൽവാസികൾക്ക് സംശയത്തിനിട നൽകി. നാട്ടിൽ ആരുമായി അധികം അടുപ്പമില്ലാതെ ഒറ്റപ്പെട്ടാണ് ഇവർ ജീവിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ അച്ഛനെയും സമാനമായ സാഹചര്യത്തിൽ കാണാതായിരുന്നു. അതും ഇത്തരത്തിൽ കൊലപാതകമാണോ എന്ന സംശയവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്.